നമ്മൾ എണ്ണയിക്കുന്നു, പെതുക്കെ എണ്ണയിക്കുന്നു. അപ്പൊ നമ്മൾ എയർ ബലൂൺ എസ്കേപ്പ് ആണ് ചെയ്യുന്നത്. നമുക്ക് നേരെ അടുക്കളയിൽ പോയി നോക്കാം. അടുക്കളയിൽ എന്താ മണി ഇത് കിട്ടി. നമുക്ക് വെളിയിലോട്ട് പോയാലോ? വെളിയിലോട്ട് പോകാം. ഇതിൽ ചെറിയ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. ഓ ഈ തള്ളച്ചിണ്ട് ഒരു കാര്യം ചെയ്യും. ഈ തള്ളച്ചിക്ക് ഒരു കുഴപ്പമുണ്ട്, സൗണ്ട് കേട്ടാലേ വരുന്നത്. അങ്ങോട്ട് കൊണ്ട് സൗണ്ട് ഇടാം. അങ്ങോട്ട് കൊണ്ട് സൗണ്ട് ഇടാം നമുക്ക്. അങ്ങോട്ട് പോകും. നമുക്ക് ഇപ്പൊ ചാടാം. മോനെ ചിന്തിക്കുന്നത് വേണം. കുറച്ച് പ്ലാനുണ്ട്, അതൊക്കെ പറയാം. എനിക്ക് ചെറുതായിട്ട് കുറച്ച് പ്ലാനൊക്കെ കിട്ടി. സംഭവേ വെക്ക് കണ്ട പാണ്ടിരിക്കുന്നത്. എന്റെ മോനെ നമുക്കിപ്പോ നമുക്ക് ഇവിടെ ചെയ്തിട്ടോ. ആകാശത്തിൽ ആവോളം സൃഷ്ടിച്ചിട്ട് ആവേശത്തിൽ ആവോളത്തിൽ ചാടിക്കഴുകും പറയും ഇഷ്ടം പോലെ എസ്കേപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എന്നെ അറിയാന്ന് വിചാരിക്കുന്നു. ഇൻഫിനിറ്റി എസ്കേപ്പ് ആണ്. നമുക്ക് ഇഷ്ടം പോലെ എസ്കേപ്പ് ഉണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ എയർ ബലൂൺ കയറാൻ മതിയല്ലോ. ഇപ്പൊ വരും തളച്ചെന്ന് തോന്നല്ലേ. ഇപ്പൊ വരും സൗണ്ട് കേട്ടല്ലേ. പോവില്ലേ നമ്മളെ കണ്ണാ വലിച്ച്. ഇല്ലില്ല കണ്ടിട്ട് എന്റെ അമ്മച്ചി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ചേട്ടൻ ഈ തോക്കില്ലടാ, വലിയ കായി. ഞങ്ങൾ നോക്കാം. ശല്യം. ഉള്ളിൽ കൂടെ കേറിപ്പോന്നെ. ഇത് നമ്മളിങ്ങനെ ആടി പോകും. ഇതിന്റെ ഒരു രീതി. എന്റെ അമ്മ, നമ്മളിത്ര ഫാസ്റ്റ് കളിക്കുന്നോണ്ട് തന്നെ നമ്മള് രക്ഷ. പാലും വെള്ളത്തിൽ കിട്ടിയതാമത്തെ. രണ്ടുപേരും മരിച്ചു. അതെങ്ങനുണ്ട്? സെറ്റ് അല്ലായിരുന്നു അത്? രണ്ട് സൈഡിലും ഇട്ടു കറക്റ്റായിട്ട് അവരെ വന്നവിടെ വലിച്ചു. അതെങ്ങനുണ്ടായിരുന്നു? സെറ്റ് അല്ലേ? അതെങ്ങനുണ്ട്? നിങ്ങൾ പറ, നിങ്ങൾ കമന്റ് ചെയ്യും. കമന്റ് ചെയ്യും. ഇവിടെ ബോംബെടുത്ത് ഇവിടെ എടുക്കാം. അങ്ങോട്ട് മാറും. ഇത് തുറക്കാം. ഇവിടുത്തെ പഴം കിട്ടി. ഇത് സേഫ് അല്ലേ? സേഫ് എല്ലാത്തിനും കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പേടിക്കണ്ട. മണ്ടയിൽ പോയി മണ്ടയിൽ എന്താണ് പോയി നോക്കണല്ലോ എപ്പോഴേലൊക്കെ. തീപ്പെട്ടി. നിന്നെ എല്ലാം വിളിച്ച് മോനെ ദിനേശം സാധനം എടുത്തോ, ഫിറ്റ് ചെയ്തോ. അതിനോട് തേങ്ങാക്കൊല്ലവോ.
മണ്ടയിലിട്ടോ, എടുത്തോ. സോറി ഗേസ്, വെട്ടിങ് ഇത് തുറന്ന് കൊടുത്തു. ദിനേഷ് കുമാർ വരുമോ? താഴേക്കിടാം. പോട്ടെ പോട്ടെ പോട്ടെ, വെച്ചടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തോക്കിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് പറയണു. ഇവിടെ അയ്യോ, ഞാനിത് വേറെ ആരായിരുന്നു. ഞാൻ ശബ്ദം ഉണ്ടാക്കി. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. അത് ഞാൻ പ്രതീക്ഷിച്ചു പോലും ഇല്ല. യെസ്, കുഴപ്പമില്ല. നമുക്ക് പ്രശ്നമൊന്നുമില്ല. ലീവായ പറ്റുക ഇഷ്ടം പോലെ ഇരിക്കില്ല. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. അടുത്ത പോകുമ്പെടുത്തോ. ബാബാ ഇങ്ങോട്ട് ഇറങ്ങി വേണം. ഇവിടെ ഇല്ല. ഇതുപോലെ മുമ്പേ വന്ന് കൊല്ലുന്നവനെ കൊല്ലും. Yes, timing bro. A great timing and your life also bro. എന്റെ അപ്പോ ഗ്രാൻഡ് പേ പോയി വെക്കണം. കാരണം ചുറ്റി നോക്ക്, സമയം വേസ്റ്റ് ചെയ്യില്ലേ. ആ വെപ്പൻ എന്നും ഈ വെപ്പൻ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് ബ്രോ. ഒന്ന് മയക്കിട്ടത് അവര് ആ സാധനം. നമ്മള് ബുക്ക് പറഞ്ഞല്ലോ, ഇപ്പൊ അത് കാണണം. നമ്മൾ ശ്രദ്ധിച്ചില്ല. കുഴപ്പമാണ്. രണ്ട് ഞാൻ മയക്കിട്ടേക്കാം. I'm also do yes. എങ്ങനെയാണ് ബുദ്ധിയുടെ കാലങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഏത് ചൂട് ഇതുപോലെ വരല്ലേ ആരും. ആ ദാണ്ട് വരുന്നു കൊച്ചാട്ടൻ. ഞാൻ ടൈമിങ്ങിന് വെടിവെച്ചില്ലായിരുന്നു, ഇപ്പൊ എന്നെ കൊന്നേനെ. കണ്ണൻ ചോന്ന് വരുവാ. മഞ്ഞപ്പൊടി കണ്ണി നോക്കിയിട കൊടുത്തു, അണ്ണാക്കി കൊടുത്തു. എടുത്തോ പണി കഴിഞ്ഞിട്ടില്ല. ഇത് വെച്ച് ഇവിടെ ഒരു ദിവസം കൂടി ഇല്ലേ നമുക്ക്? എന്തായിരുന്നു മറന്നു പോയല്ലോടാ. അല്ലോ നമ്മൾ എളുപ്പത്തിനെല്ലാം ചെയ്യുന്നേ. ആ ഇവിടുത്തെ യൂസ് ആ ശരി. യെസ് ഓഫ് കോഴ്സ് വീണ് കാണും. യെസ് കണ്ടില്ലേ? അലറിപ്പോയി വെള്ളത്തിനകത്തും. ഇങ്ങനെ ബഗ്ഗല്ലോ, ദൈവത്തിനറിയാം എന്തായാലും. നീലാംബ്രശം ക്രാംബ്രശം സുരഭ്രാംബ്രശം തട്ടി. എടാ നീയൊക്കെ ജീവിച്ചു വരുന്നതിന് മുമ്പ് നിന്നെ പിന്നെയും തട്ടും. നീ ഒന്നും വിചാരിക്കുന്ന പോലൊരു
കാര്യം നടക്കാനും പോകുന്നില്ല അല്ലേ? എൻജിൻ ബോംബെടുക്ക് ഗ്രാൻഡൊന്നും ഇങ്ങോട്ട് വാമോ. ആ വേറെ അറിയുമോ? വേറെ സീരിയോ പോകാനോ? 30 seconds എക്സ്ട്രാ കിട്ടുന്ന ഒരു പഴം ഇട്ടത്. സ്ക്രൂ ഡ്രൈവർ. ആ ഇത് മറ്റേ മനസ്സിലായോ? ഓ എനിക്ക് തന്നെ ആയിപ്പോയല്ലേ. ഞാൻ നമുക്കൊരു പരിപാടിയുണ്ട്. ഞാൻ പറയാം. എന്റെ അമ്മ മലന്ന് കിടന്നൊക്കെയാ വീഴുന്ന. എന്താ ചെയ്യാനാ? ഇവിടെ ഇരിക്കൊണ്ടൊരു ബോംബ്. ഭയങ്കര പേടിയോ കേട്ടോ. ഡാർക്കറിനോട് കൂടെ ആയതുകൊണ്ട് ഭയങ്കര മതിയോ സാരും പേടിക്കുന്നു. സ്ക്രീനിൽ കൂടി എനിക്ക് ഇടയ്ക്ക് കോളൊക്കെ വരും. എന്നോട് ക്ഷമിക്കേ. വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മൾ സ്പീഡ് കളിക്കുക. നമുക്ക് എപ്പോഴും നമ്മൾ ഫാസ്റ്റ് തന്നെ ഇരിക്കാം. എപ്പോഴും ഫാസ്റ്റ് ചത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. ചത്ത്. എന്റെ ദൈവമേ, അത് എന്തിനെതിരെ എത്രയാണ്? അത് പണിയായിപ്പോയടാ. പക്ഷേ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ കമന്റ് ഏരിയസ് നിങ്ങൾ കണ്ടെങ്കിൽ പോയടാ. പോയി 3. നമുക്ക് വേസ്റ്റ് ചെയ്ത് തീരെ ടൈമില്ല. മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം. അവിടെ ഉള്ള ആ സാധനം നമ്മളെ കൊന്ന മൊത്തം പണിയും കൂടെ പാളുന്ന ദോഷമാവും. എന്റെ ദൈവമേ, പണി മൊത്തം കിട്ടുവാണ്. നിന്റെ മണ്ടയിലൊന്നും വന്ന് വീഴാൻ അല്ലെ ചൂടാമൂട് വെച്ചിട്ടോ. അതെന്ത് പിന്നെ മറ്റേതാണെന്ന് പറയാല്ലോ. 2 ആയിരിക്കും എപ്പോഴും. ഞാൻ എന്നാത്തും ഒന്ന് തുറന്നാണ്. കുഴപ്പമില്ല, നമുക്ക് ഇറങ്ങാം. മണിയടി ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ നിൽക്കും കാലമ്പ. ഇത് നമുക്ക് താഴെയല്ലേ യൂസ് ചെയ്യണ്ടേ? മറ്റേ കൊച്ചരി അമ്മയുടെ അടുത്തല്ലേ യൂസ് ചെയ്യണ്ടേ? എന്റെ സംശയം ശരിയാണോ? വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങിക്കോ. വരും സൗമതി അമ്മൂമ്മ. നമുക്ക് നമ്മുടെ പാട്ട് നമുക്ക് മാക്സിമം പാതിക സൗണ്ടൊക്കെ ഉണ്ടാക്കി പോകാം. ഇനി അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ നടക്കും. പിന്നെ സൗണ്ട് ഉണ്ടാക്കിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കച്ചറിയായി ഇപ്പൊ ഇറങ്ങിയത് നമ്മളെ കിച്ചൺ. മോനെ ദിനേശല്ലേ തലയിലൊക്കെ എന്തോ വെച്ചേക്കാം. എന്റെ അമ്മ നമുക്ക് പോവാം. ചാടി എവിടെ എത്തുന്നുണ്ട്?
അയ്യോ ഹോട്ട് എയർ ബലൂൺ പാർട്ടി. ദൈവമേ ആ എന്തോ ചെയ്യുന്നേ ബലൂണൊക്കെ എവിടെ ബലൂൺ ശരിയായി മനസ്സിലായി ഏകദേശം രൂപ മനസ്സിലായി നോക്കാവേ. ഒരുത്തനി പറ്റാവും പാവം കിടന്നുറങ്ങാൻ തട്ടിയാണ്. എത്ര ദൈവമേ ഞാൻ വിചാരിക്കാം ആറാ പടക്കം പൊട്ടിച്ച് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പി ഒരു കാര്യം ചെയ്യാം, എന്തായാലും തൂക്കി നമ്മളിവിടുന്ന് തൂക്കി നമ്മളിതൊക്കെ എത്ര കണ്ടേക്കുന്നു. നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് എയർ ബലൂൺ എടുത്തോട്ട് പോകാം. മറ്റു മോനെ എത്തി തീപ്പെട്ടി വെച്ച് കത്തിച്ച് കൊടുത്താൽ തീപ്പെട്ടി വെച്ച് കറക്കം അതിനകത്ത് ഗ്യാസ് ഫസ്റ്റ് അതിലിപ്പോൾ ഓൺ ചെയ്ത് ഓൺ കത്തിച്ചു. യെസ് എസ്കേപ്പ് സാധനം വലുതാവുന്നു നമ്മുടെ പോയി പോയ പോക്ക് കണ്ടു. ഞാൻ ബിരിയാണി